പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന, നിത്യജീവിതത്തിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്നതാണ് നമ്മുടെ കൈകാലുകൾക്കൊക്കെ ഒരു പെരുപ്പൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡ് തിരിഞ്ഞു കിടക്കുകയോ അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരേപോലെ കാലുകളൊന്നും അനക്കാതെ ഒരേ രീതിയിൽ നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാലുകൾക്കൊക്കെ ഭയങ്കരമായിട്ടൊരു പെരുപ്പുണ്ടാകും. കാരണം പെരുപ്പുണ്ടായിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് എണീറ്റ് നടക്കാനോ അങ്ങനെയൊന്നും പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരു വല്ലാത്തൊരു പെരുപ്പ്. അതുപോലെ തന്നെ നല്ല പെരുപ്പിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ചില സമയത്ത് നമ്മൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരേ സൈഡ് കിടന്ന് ഭയങ്കരമായിട്ട് ഉറങ്ങി പോവുകയാണെങ്കിൽ നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ കൈയൊന്നും അനക്കാൻ പറ്റത്തില്ല. അത്രയും ഒന്ന് പെരുത്ത് എന്തോ ഭയങ്കര ഒരു ഭാരമുള്ള എന്തോ ഒരു സംഭവം ഇരിക്കുന്നതാണ് കാണിക്കും നമ്മുടെ കയ്യിൽ നമുക്ക് തോന്നുന്നത്. ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും നമുക്ക്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ, അതായത് നിമിഷ നേരം കൊണ്ട് തന്നെ അത് മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ഉമിനീരെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഉമിനീർ പെട്ടെന്ന് തന്നെ നമ്മൾ കൈകൾക്കാണ് പെരുപ്പ് എന്നുണ്ടെങ്കിൽ കയ്യിൽ തന്നെ നമുക്ക് ഈ 2-3 എടുത്തായിട്ട് നമുക്ക് നാക്ക് വെച്ചൊന്ന് ടച്ച് ചെയ്യുക, നാക്ക് വെച്ച്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാലുകളിലൊക്കെയാണ്, നമുക്ക് നാക്ക് വെച്ച് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാലുകളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നാക്കിൽ നിന്നും കുറച്ച് ഉമിനീരൊന്ന് തൊട്ടതിന് ശേഷം കാലിൽ 2-3 എടുത്ത് എന്നത് ഒരുപാട് തേച്ചങ്ങ് ഒരുപാടങ്ങ് ഇതാക്കണമെന്നല്ല പറയുന്നത്. അതും നമ്മുടെ ഉമിനീര് തന്നെ ആയിരിക്കണം. കാരണം ഇപ്പം എനിക്കുള്ള കാലിനാണ് അല്ലെങ്കിൽ കൈക്കാണ് പെരുപ്പണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉമിനീര് വെച്ച് തന്നെ വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് നാക്കിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം കാലിൽ 2-3 എടുത്തായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ അത് മാറുന്നതിന്, ഈ പെരുപ്പ് മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് മാറിപ്പോവും പെരുപ്പ്. കാരണം അത്രയും നല്ല ശക്തിയുള്ള ഒന്നാണ് നമ്മുടെ ഉമിനീരെന്ന് പറയുന്നത്. പണ്ട് മുതലേ ആൾക്കാർ ഓരോരോ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ, അതുപോലെ ചിലന്തി അങ്ങനെയൊക്കെയുള്ള പ്രാണികളൊക്കെ നമ്മളെ കടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവിടെ ഒരു ചൊറിച്ചിലുണ്ടായി ചിലപ്പോൾ അതൊരു ഞൊണല് പോലെ, കുറേ ഞൊണല് പോലെ ഇങ്ങനെയൊക്കെ വരാൻ, ഈ ചിലന്തിയൊക്കെ കടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരാനായിട്ട് കാരണമാവും. അതുപോലെ തന്നെ അവരുടെ ചിലന്തിയുടെ മൂത്രവും അങ്ങനെ ഒക്കെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്ന് ചൊറിച്ചിലുണ്ടാവാനായിട്ട് കാരണം. പക്ഷേ ഇത് വീഴുന്നത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഈ ചിലന്തി നമ്മുടെ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കടിച്ചു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നാക്കിൽ നിന്നും കുറച്ച് ഉമിനീരെടുത്ത് ആ ഉമിനീരിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ വെക്കണമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഇത് കുറച്ച് ഉമിനീരെടുത്തതിന് ശേഷം നമുക്ക് ഈ ചിലന്തി കടിച്ച ഭാഗത്ത് നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചൊറിച്ചിലോ അതിൻ്റെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഞൊണലുകളോ ഒരുപാട് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ചിലന്തിയൊക്കെ കടിച്ചിട്ട് ഞൊണലുകളൊക്കെ ആയി പഴുത്ത് പിന്നെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ചിലന്തിയുടെ തുപ്പൽ പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പിടിച്ചരിച്ച് വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും വരാതിരിക്കുന്നതിന് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അന്നേരം തന്നെ നമ്മൾ ചെയ്യണം. എന്താ പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ തുപ്പലെടുത്തതിന് ശേഷം അപ്പോഴും തന്നെ തേച്ചും കൊടുക്കണം. കാരണം തുപ്പലിന് ഉമിനീരിന് ഒരു ചെറിയൊരു ചൂടുണ്ട്. ആ ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കണ്ണിൽ കൺകുരു ഒക്കെ വരത്തില്ലേ, ചിലയിടത്ത് കണ്ടിട്ടില്ലേ കൺകുരു ഒക്കെ വരികയാണെങ്കിൽ പണ്ടൊക്കെ ഉള്ള കാലത്ത് ഇപ്പോഴാണെങ്കിൽ നമ്മൾ അപ്പോഴും ഹോസ്പിറ്റലിൽ പോകും. അടുത്ത മരുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാർഗങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ പണ്ടുള്ള കാലത്താണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടുള്ള കാലത്ത് ഈ കൺകുരു ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നാക്കിന് അടിവശത്ത് നിന്ന് ഉമിനീരെടുത്ത് ഈ കൺകുരുവിലേക്ക് തേച്ച് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ മാറി അതിൻ്റെ വേദനയൊന്നും ഉണ്ടാവാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ചെങ്കണ്ണിന് ഈ ഉമിനീരെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഉമിനീര് വളരെയധികം ഗുണമുള്ളതാണ്. കാരണം അത് നമ്മുടെ തന്നെ ഉമിനീര് പെട്ടെന്ന് തന്നെ ചെയ്യണം. അത് ഈ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസിൽ കയറ്റത്തിനും ഈ ഉമിനീര് വളരെയധികം നല്ലതാണ്.
ഭയങ്കരമായിട്ട് മസിൽ കയറ്റമൊക്കെ വരുവാണെങ്കിൽ ഈ ഉമിനീര് പെട്ടെന്ന് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് നമുക്ക് ഈ മസിൽ കയറ്റം വരുന്നത് ഒരുപാട് നമ്മൾ ഈ ടൈലിലൊക്കെ ചെരുപ്പൊന്നും ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ തണുപ്പ് ഒരുപാട് അടിക്കുന്നതുകൊണ്ടാണ് ഈ മസിൽ കയറ്റം വരുന്നതെന്നാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ നമുക്ക് സോക്സ് ഒക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ ഈ മസിൽ കയറ്റം മാറുന്നതിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും മസിൽ കയറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നതാണ്. അപ്പോൾ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഞാനത് പ്രയോഗിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമ്മളെ ഞെട്ടിക്കുന്ന നമുക്കൊരു റിസൾട്ടാണത്. കാരണം പെട്ടെന്ന് നമ്മുടെ മസിൽ പിടുത്തം പെട്ടെന്ന് മാറുന്നതിന് സഹായിക്കും നമ്മുടെ ഈ 2 വിരലുകൾ. അതായത് ഈ 2 വിരലുകൾ, ഈ 2 കൈകളുടെയും ഈ 2 വിരലുകൾ എടുക്കുക. മസിൽ കയറ്റം വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ കുഞ്ഞു വിരലിൻ്റെ മുകളിലേക്ക് ഈ വിരൽ ഇങ്ങനെ മടക്കി വയ്ക്കുക. 2 കൈയും ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ മുറുക്കി അങ്ങ് പിടിച്ചാൽ മതി. ഇങ്ങനെ ഇതേപോലെ നല്ല നല്ല ബലത്തിൽ നമ്മൾ മുറുക്കി ഇങ്ങനെ ഈ 2 വിരലുകൾ ഇങ്ങനെ അങ്ങ് പിടിക്കുക. ഈ 2 വിരലുകൾ കണ്ടോ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് കണ്ടോ? ഈ വിരൽ ഇങ്ങനെ ഇരിക്കുന്നു, ഈ കുഞ്ഞു വിരൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുന്നു. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മസിൽ കയറ്റമൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മസിൽ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് നിന്ന് നമുക്ക് ഭയങ്കര വേദന കൊണ്ട് സഹിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം മസിൽ കയറ്റം വന്നു കഴിഞ്ഞാൽ കൈയും കാലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചലിപ്പിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഈ മസിൽ ഈ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്ന ഈ മസിൽ പെട്ടെന്ന് ഇങ്ങനെ സ്ലോ ആയിട്ട് അയഞ്ഞ് പോകുന്നത് നമുക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. കാരണം അപ്പോഴത്തേക്ക് നമുക്ക് കാലിൻ്റെ മസിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു തുടുപ്പ് ഇങ്ങനെ വന്നിട്ട് ആ തുടുപ്പ് പതുക്കെ ഇങ്ങനെ മാറുന്നത് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. കാരണം വളരെയധികം യൂസ്ഫുള്ളാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുള്ളതാണ്. എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത്. കാരണം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നെ, എൻ്റെ അയൽവക്കത്തുള്ള ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഉപയോഗിച്ച് പ്രയോജനമാണ് എന്നറിഞ്ഞപ്പോൾ അറിയുന്നവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കലാണ് ഇപ്പോൾ എൻ്റെ ജോലി. കാരണം ഒരുപാട് പേർക്ക് ഒരു വല്ലാത്തൊരവസ്ഥയാണത്. മസിൽ കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാത്രി നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു വല്ലാത്തൊരു സംഭവമാണ് ഈ മസിൽ കയറ്റം. അപ്പോൾ അതിന് വളരെയധികം ഗുണമുള്ള ഒന്നാണ് ഇത്. അതിപ്പോൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.